Hi students, welcome back. Today we are going to discuss exercise 1.2 from relations and functions. നമുക്ക് എക്സസൈസ് 1.2ൽ നമ്മൾ 4th ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Show that the signum function f r to r given by f of x is equal to 1 if x greater than 0. 0 if x is equal to 0. Negative 1 if x less than 0 is neither 1 nor on 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തല്ല എന്നുള്ളത്, ഇത് 1 അല്ല എന്നുള്ളത്. കാരണം എക്സിൻ്റെ വാല്യൂ ഇപ്പം നമ്മൾ എഫ് ഓഫ് 1 എന്ന് കൊടുത്താലും അതുപോലെ തന്നെ എഫ് ഓഫ് 2 എന്ന് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. കാരണം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാലും എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാലും നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് -1 എക്സ് ലെസ് ദാൻ 0 അല്ലേ, അപ്പോൾ എഫ് ഓഫ് -1 that is equal to f of -2 that is also is equal to -1. കണ്ടോ, എക്സ് ലെസ് ദാൻ 0 വന്നാൽ നമുക്ക് -1 ആണ് കിട്ടുന്നത്. ലെസ് ദാൻ 0 മീൻസ് 0യേക്കാളും ലെസ് ആയിട്ടുള്ള ഏത് വാല്യൂ എക്സിന് വന്നാലും നമുക്ക് -1 കിട്ടുള്ളൂ. അപ്പോൾ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് -1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -2 ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ 1 and 2 ഹൗ ദി സെയിം ഇമേജ് അല്ലേ? 1നും 2നും സെയിം ഇമേജ് അല്ലേ ഇവിടെ? 1 and 2 1 ആൻഡ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ മതി കേട്ടോ. 1 and 2 ഹാവ് ദ സെയിം ഇമേജ്. One and 2 have the same image. That means f of എങ്ങനെയൊന്നും എഴുതാൻ നിർബന്ധമൊന്നുമില്ല. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 that implies that x1 is not equal to x2. Therefore it is not 1. Therefore it is not 1. So function f is not 1. Okay, അപ്പോൾ നമുക്ക് മനസ്സിലായി ഫംഗ്ഷൻ f is not 1. ഇനി നമുക്ക് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എക്സ് ഗ്രേറ്റർ ദാൻ 0 വന്നാലും 1, എക്സ് ഈക്വൽ ടു 0 വന്നാൽ 0, എക്സ് ലെസ് ദാൻ 0 വന്നാൽ -1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡൊമൈനിൽ -1നും 0യ്ക്കും 1നും മാത്രമേ ഇവിടെ നിന്ന് ഇമേജ് ഉണ്ടാവുകയുള്ളൂ. ഈ R2R ഫങ്ഷനാണ്. ഇവിടെ റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെ റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ടാകും, ഇവിടെ റിയൽ നമ്പേഴ്സ് ഉണ്ടാകും. പക്ഷേ ഇവിടെ നിന്ന് 1 2 3 -1 -2 ഇതിനെല്ലാം ഇപ്പം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എല്ലാം 1ലേക്ക് പോകും. ലെസ് ദാൻ 1 ആണെങ്കിൽ എല്ലാം എങ്ങോട്ട് പോകും? ലെസ് ദാൻ 1 ആണ്, എല്ലാം -1ലേക്കായിരിക്കും പോകുന്നത്. അതുപോലെ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ 0യിലേക്ക് പോവുള്ളൂ. ഇവിടെ വേറെയും അതുപോലെ തന്നെ നമുക്ക് -2 ഉണ്ട്, 3 ഉണ്ട്, -1.5 ഉണ്ട്. അങ്ങനെയുള്ളതിനൊന്നും ഇതിനകത്ത് പ്രീ ഇമേജ് ഉണ്ടായിരിക്കില്ല. ഇവിടെ പ്രീ ഇമേജ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, so except -1 0 and 1 no other members of the codomain of function f has any pre-images in its domain. So f is not onto except -1 0 and 1 except -1 0 and 1 -1നും 0യ്ക്കും 1ഉം ഒഴികെ നോ അതർ മെമ്പേഴ്സ് ഓഫ് ദി കോഡൊമൈൻ ഓഫ് എഫ്, നോ അതർ മെമ്പേഴ്സ് ഓഫ് ദ codomain of f
codomain, other members of codomain of F has any pre-image in its domain. Okay, therefore F is not onto. Therefore F is not onto. Understood? -1നും 0യ്ക്കും 1നും മാത്രമേ ഇവിടെ ഇതിനകത്ത് -1നും 0യ്ക്കും 1 മാത്രമേ ഇവിടെ നിന്ന് എന്തുള്ളൂ പ്രീ ഇമേജസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ -1, 0, 1, no other members of the codomain of F has any pre-image in its domain. So therefore F is not onto. Therefore we can say that our function is neither 1 1 nor onto. Neither 1 1 nor onto. So our function is neither 1 1 nor onto. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ x ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ ഏതെടുത്താലും 1 വരുള്ളൂ. f of 1നും f of 2നും 1 വരുള്ളൂ. അതൊരു f of -1ഉം f of -2 എടുത്താൽ -1 വരുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 and 2 have the same image. f of x1 is equal to f of x2, that is equal to 1 for x greater than 0. x1 is not equal to x2. Therefore f is not 1 1. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 1നും 0യ്ക്കും -1നും മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഇമേജ് കിട്ടുള്ളൂ. അല്ലാതെ വേറെ ആർക്കും ഇതിനകത്ത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇമേജ് ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് നോട്ട് ഓൺടു. സോ അവർ ഫംഗ്ഷൻ ഈസ് നെയ്തർ 1 1 നോർ ഓൺടു. അണ്ടർസ്റ്റുഡ്? Then sixth question, let A is equal to set to 1 2 3, B is equal to set to 4 5 6 7, and let F is equal to set 1 4 2 5 3 6 be a function from A to B. Show that F is 1 1. അപ്പോൾ നമുക്ക് F 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, A to B ഫംഗ്ഷൻ ആണ്. A to B ഫംഗ്ഷൻ ഒരു ഡയഗ്രാം നമുക്ക് ആരോ ഡയഗ്രാം വരച്ച് നോക്കാം. ഇവിടെ ദിസ് ഈസ് A to B ഫംഗ്ഷൻ ആണ്. A എന്ന് പറയുന്നത് 1 2 3 ആണ്. ബി എന്ന് പറയുന്നത് 4 5 6 7. ഇനി നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 to 4. അപ്പോൾ 1ൽ നിന്ന് 4ലേക്ക് നമുക്ക് ഡ്രോ ചെയ്യാം. ദെൻ 2 5 ദെൻ 3 6. Am I correct? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എയിലുള്ള എല്ലാവർക്കും ബിയിൽ ഇമേജ് ഉണ്ട്. എവരി മെമ്പർ ഓഫ് എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. Every member of A has a unique image in B. Therefore, we can say that the function f is 1 1. Correct അല്ലേ? എയിലുള്ള എല്ലാവർക്കും ബിയിൽ ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് 1 1 ആണ്. ഓക്കെ, 1 2 4 2 5 3 6. അപ്പം എയിലുള്ള എല്ലാവർക്കും ബിയിൽ ഇമേജ് ഉള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് 1 1. ഓക്കെ, എവരി മെമ്പർ ഓഫ് എ ഹാസ് യുണീക്ക് image in B. Unique image in B. Therefore, function f is 1 1. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? സിമ്പിൾ സം ആയിരുന്നു. ഓക്കെ, ദെൻ വി ക്യാൻ സി നെക്സ്റ്റ് വൺ. ഓക്കെ, ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദി ഫംഗ്ഷൻ ഈസ് 1 1 ഓൺ ടു ഓർ ബൈജക്റ്റീവ്. 1 1 ആണോ ഓൺ ടു ആണോ ബൈജക്റ്റീവ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എഫ് R2 ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 - 4x.
Second question, f r to r defined by f of x is equal to 1 plus x square. നമുക്ക് ഫസ്റ്റ് വൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫങ്ഷൻ ആർ ടു ആർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ദർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 minus 4x. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഷുഡ് ഫൈൻഡ് എഫ് ഓഫ് x1, ദെൻ എഫ് ഓഫ് x2, then f of x1 is equal to f of x2, then we have to show that x1 is equal to x2. ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് വൺ ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു 3 minus 4x1. Am I correct? ഓക്കെ, ദെൻ നമുക്ക് എഫ് ഓഫ് എക്സ് ടു ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 3 minus 4x2. നമ്മുടെ കണ്ടീഷൻ എന്താ? എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ദാറ്റ് മീൻസ് 3 minus 4x1 ഈസ് ഈക്വൽ ടു 3 minus 4x2. നമുക്ക് 3യും 3യും ക്യാൻസൽ ചെയ്യാം. -4ഉം -4ഉം ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 ഈസ് ഈക്വൽ ടു x2. മനസ്സിലായില്ലേ? 3യും 3യും രണ്ട് സൈഡിലും സെയിം പോലെ വരുന്നില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ക്യാൻസലായി. -4x1 ഈസ് ഈക്വൽ ടു -4x2. ഓക്കെ, ദെൻ രണ്ട് സൈഡിൽ -4 കോമൺ അല്ലേ? നമുക്ക് കട്ട് ചെയ്ത് കളയാം. -4ഉം പോയി. സോ വി വിൽ ഗെറ്റ് x1 ഈസ് ഈക്വൽ ടു x2. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് x1 ഈസ് ഈക്വൽ ടു x2. Therefore our function is 1 1. Therefore our function f is 1 1. അപ്പോൾ 1 1 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എങ്ങനെ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണത്? ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. നമ്മൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ദെർഫോർ വൈ ഈസ് ഈക്വൽ ടു 3 minus 4x. കറക്റ്റ് അല്ലേ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 minus 4x ആണ്. ഇവിടെ എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രണ്ടിൻ്റെയും LHS സെയിം ആണ്. സോ RHS ഈസ് ഓൾസോ സെയിം. സോ വി ക്യാൻ റൈറ്റ് ഹിയർ വൈ ഈസ് ഈക്വൽ ടു 3 minus 4x. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് കൊണ്ടുവരണം അല്ലേ? ഓക്കെ, നമുക്കപ്പം 3 minus 4x ഈസ് ഈക്വൽ ടു വൈ ആണ്. തിരിച്ചൊന്നും കൂടെ വേണം എഴുതിക്കോളൂ. 3 minus 4x ഈസ് ഈക്വൽ ടു വൈ. ദെൻ -4x ഈസ് ഈക്വൽ ടു y minus 3. കറക്റ്റ് അല്ലേ? -4x ഈസ് ഈക്വൽ ടു y minus 3. ദെൻ x ഈസ് ഈക്വൽ ടു y minus 3 ഡിവൈഡഡ് ബൈ -4. കറക്റ്റ് അല്ലേ? ഓക്കെ, ദെൻ x ഈസ് ഈക്വൽ ടു 3 minus y ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുക. 3 minus y ഡിവൈഡഡ് ബൈ 4. ഹിയർ എക്സ് ആൻഡ് വൈ, അത് നമ്മൾ ഓർത്തിരിക്കണം. എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ആർ. എക്സും വൈയും നമ്മുടെ ആറിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് നോക്കിക്കേ. ഫോർ എവരി വാല്യൂ ഓഫ് വൈ, for every value of y belonging to its codomain has its pre-image in its domain. Correct അല്ലേ? For every value of y, y എവിടെ കിടക്കുന്നത്? y കോഡൊമെയിനിൽ കിടക്കുകയാണ്. ഹാസ് ഇറ്റ്സ് പ്രീ ഇമേജസ് ഇൻ എ ഡൊമെയിൻ. ഫോർ എവരി വാല്യൂ ഓഫ് y, ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റേറ്റുകാർക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഫോർ എവരി വാല്യൂ ഓഫ് y in its codomain, for every value of y belonging to its codomain, for every value of y belonging to for every value of y belonging to its codomain has its pre-image in its domain. Codomain has a pre-image in its domain. Therefore function is onto. Therefore our function is f is onto.
ഓക്കെ, കിട്ടിയില്ലേ? ഫോർ എവരി വാല്യൂ of y belonging to its codomain, for every value of y belonging to its codomain has a pre-image in its domain, so we can say that f is onto. ഇങ്ങനെ എഴുതി സ്റ്റോപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് CBSE-കാർക്കാണ് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഇപ്പോൾ f(x) = 3 - 4x എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ചെയ്യണത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 - y ഡിവൈഡഡ് ബൈ 4 ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 4 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ 3 - y ഡിവൈഡഡ് ബൈ 4. ദിസ് 4 ആൻഡ് ദിസ് 4 ക്യാൻസൽ. ദെൻ 3 - 3 that is equal to 3 - 3 plus y. 3 and -3 are cancelled, then we will get y. Then we can say that f of x is equal to y. ഇതിലെ നമ്മൾ ഷോ ചെയ്തത് f of x is equal to y. കണ്ടോ? f of x is equal to f of 3. x എന്ന് പറയുന്നത് നമുക്ക് 3 - y by 4 ആണ്. അപ്പോൾ f of x is equal to f of, instead of this x we should write 3 - y by 4. Okay, then we will get 3 - 4 into, instead of this y we should write here there 3 - y by 4. This 4 and 4 we can cancel, then we will get 3 - 3. Minus into minus means that is plus, so then we will get y. So f of x is equal to y. Then we can say that our function f is onto. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ 1 ആണ്, ഓൺ2 ആണ്, അതുപോലെ തന്നെ ബൈജക്റ്റീവുമാണ്. 1 ഓൺ2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ബൈജക്റ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് 1 ഓൺ2 ആൻഡ് ബൈജക്റ്റീവ്. അണ്ടർസ്റ്റുഡ്? എല്ലാ സ്റ്റെപ്പും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റേറ്റുകാർക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എഫ് ഓഫ്, ഇനി അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചെയ്തോളുക. എഫ് ഓഫ് എക്സ് ഈസിക്ക് ഒന്നുമില്ല. എക്സ് ഈസിക്വൾ 3 - y by 4 അല്ലേ? അത് എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ അത് ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ പ്ലേസിൽ 3 - y by 4 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ? 3 - 4 ഇൻറ്റു ഈ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 3 - y by 4 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെയും നമ്മൾ 3 - 4 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 3 - y by 4 ഇട്ട് കൊടുക്കുക. ക്യാൻസൽ ചെയ്യുക. നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു വൈ. അതിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു വൈ എന്നും പറഞ്ഞല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു വൈ കിട്ടണം. സോ വി ക്യാൻ സേ ദാറ്റ് അവർ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അപ്പോൾ ഇവിടെ എഫ് ഈസ് 1 ഓൺ ടു ആൻഡ് ബൈജക്റ്റീവ്. ഓക്കെ, ദെൻ വി ക്യാൻ സി നെക്സ്റ്റ് പ്രോബ്ലം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെയും R2R ഫംഗ്ഷനാണ്. R2R ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു 1 + x² എന്നാണ് തന്നിരിക്കുന്നത്. ദെൻ എഫ് ഓഫ് x1 ദറ്റ് ഈസ് ഈക്വൾ ടു 1 + x1². ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ എഫ് ഓഫ് x2 ഈസ് ഈക്വൾ ടു 1 + x2². Am I correct? Okay, then next f of x1 is equal to f of x2. That means 1 + x1² is equal to 1 + x2². ഈ 1 ഉം 1 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x1² ഈസ് ഈക്വൽ ടു x2². x1² ഈസ് ഈക്വൽ ടു x2² എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഇട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് x1² - x2² ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ a² - b² എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a + b ഇൻറ്റു a - b. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ x1 + x2 ഈസ് ഈക്വൽ ടു 0. ദെൻ x1 ഈസ് ഈക്വൽ ടു -x2. ഓക്കെ, ദെൻ ഇത്
x1 minus x2 is equal to 0, therefore x1 is equal to x2. അപ്പോൾ x1-ന് മൈനസ് x2-നോടും x1-ന് x2-നോടും ഈക്വാലിറ്റി ഉണ്ട് അല്ലേ. x1 ഈസ് ഈക്വൾ ടു മൈനസ് x2 ആണ്, x1 ഈസ് ഈക്വൾ ടു x2 ആണ്. അപ്പോൾ അതിന് യുണീക്ക് ഇമേജിൽ x1 ആൻഡ് x2, x1 ഈസ് ഈക്വൾ ടു മൈനസ് x2 ആൻഡ് x1 ഈസ് ഈക്വൾ ടു x2 ആണ്. therefore it is not. So the function f is not 1 1. correct അല്ലേ? not 1 1. അല്ലെങ്കിൽ ഇവിടുന്ന് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. x1 സ്ക്വയർ ഈസ് ഈക്വൾ ടു x2 സ്ക്വയർ. കാരണം x1ഉം x2ഉം റിയൽ നമ്പറിൽ പെട്ടെന്നാണ്. അപ്പോൾ നമുക്ക് x1-ന് -1 എക്സാമ്പിൾ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എക്സാമ്പിൾ x1 is equal to -1 and x2 is equal to 1. കണ്ടോ, x1 -1 എടുത്തിട്ട് x2 1 എടുത്തു കഴിഞ്ഞാലും നമുക്ക് x1 സ്ക്വയർ എന്ന് പറയുന്നത് x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ അല്ലേ. നോക്കിക്കേ, -1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1. കണ്ടോ, അപ്പോൾ x1 ഈസ് ഈക്വൽ ടു x1ഉം x2ഉം ഈക്വൽ. x1 ഈസ് നോട്ട് ഈക്വൽ ടു x2 ആണ്. അപ്പോൾ ഇവിടെ x1ഉം x2ഉം എടുക്കുക, രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പം x1 ഈസ് നോട്ട് ഈക്വൽ ടു x2. അപ്പം x1 ഈസ് ഈക്വൽ ടു -x2, x1 ഈസ് ഈക്വൽ ടു x2. സോ എഫ് ഈസ് നോട്ട് 1 1. അല്ലെങ്കിൽ എക്സാമ്പിൾ ഇട്ട് കൊടുക്കുക. x1 ഈസ് ഈക്വൽ ടു -1 ആൻഡ് x2 ഈസ് ഈക്വൽ ടു 1. സോ x1 സ്ക്വയർ ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ. ദെൻ -1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ. സോ 1 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് x1 ഈസ് നോട്ട് ഈക്വൽ ടു x2. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് 1 1. ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നോട്ട് 1 1. സോ ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് 1 1. ഇങ്ങനെ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്തു കൊടുക്കുക. ഇവിടുന്ന് കഴിഞ്ഞിട്ട് മനസ്സിലായല്ലേ? x1 ഓക്കെ, x1 ഈസ് നോട്ട് ഈക്വൽ ടു x2, ദെയർഫോർ ദ ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് 1 1. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദെൻ വി ക്യാൻ സി ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ആണോ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ ഫോർ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 + x സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, ദെയർഫോർ വൈ ഈസ് ഈക്വൽ ടു 1 + x സ്ക്വയർ. ദെൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു y - 1. ദെൻ എക്സ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് y - 1. എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു, ഓർത്തോണം, എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ആർ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സാമ്പിൾ നോക്കിക്കേ, വൈക്ക് നമുക്ക് -1 ഇട്ട് കൊടുക്കാം. -1 ബിലോങ്സ് ടു ആർ ആണ്. സോ എക്സ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് -2. റൂട്ട് ഓഫ് -2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. കറക്റ്റ് അല്ലേ? No negative number belonging to its codomain has its pre-image in its domain. നമ്മുടെ കോഡൊമൈനിൽ ഒരു നെഗറ്റീവ് നമ്പർ വരുന്നു. കോഡൊമൈനിൽ നമ്മുടെ നെഗറ്റീവ് നമ്പർ മീൻസ് y ഈസ് ഈക്വൽ ടു -1 ആണ്. ആ -1-ന് നമ്മുടെ ഡൊമൈനിൽ പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ആ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -2 ഉണ്ടായിരിക്കണം. അതെ, ഡൊമൈനിൽ റൂട്ട് ഓഫ് -2 ഇല്ല. കാരണം എന്താ? ഡൊമൈനിൽ റിയൽ നമ്പേഴ്സേ ഉള്ളൂ. റൂട്ട് ഓഫ് -2 ഈസ് നോട്ട് എ റിയൽ നമ്പർ, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി നമ്പർ. ഓക്കെ, റിയൽ നമ്പർ അല്ലല്ലോ റൂട്ട് ഓഫ് -2 എന്ന് പറയുന്നത്, റിയൽ നമ്പർ അല്ല. ഓക്കെ, സോ നോ നെഗറ്റീവ് നമ്പർ ബിലോങ്ങിങ് ടു ഇറ്റ്സ് കോഡൊമൈൻ ഹാസ് ഇറ്റ്സ് പ്രീ ഇമേജ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. So we can say that our function is not onto. No negative number belonging to its codomain has its pre-image in its domain. Pre-image in its domain.
Therefore, our function f is, so our function f is not onto. So f is neither 1 nor onto. Therefore, function f is not bijective. 1 ഓണ്ടുമല്ല, അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ എന്തല്ല, ബൈജക്റ്റീവ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓൺ ടു കാണാൻ പറഞ്ഞാൽ എപ്പോഴും എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻ കൊണ്ടുവരിക. എന്നിട്ട് നോക്കുക, ഈ വൈക്ക് നമ്മൾ y ബിലോങ്സ് ടു ആർ ആണ്. വൈക്ക് നമ്മൾ നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് നെഗറ്റീവ് ആണ് വരുന്നത്. ആ റൂട്ട് ഓഫ് നെഗറ്റീവ് ഒരിക്കലും ഡൊമൈനിൽ ഉണ്ടായിരിക്കില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓണ്ടു. അപ്പോൾ 1 അല്ല, ഓണ്ടു അല്ല. അപ്പോൾ ഇതെന്തല്ല, ബൈജക്റ്റീവ് അല്ല. Okay, understand? Okay, guys, study up to here. The remaining topic we will take in the next class. Until then, bye bye.